അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, രണ്ട് വിഭാഗവും വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യത്തിന്റെ സന്ദർഭമാണ്. ആദ്യം വിഷയം അവതരിപ്പിച്ച സുന്നി വിഭാഗത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. 5 മിനിറ്റ് സമയമുള്ളതുകൊണ്ട് വെറും ചോദ്യമല്ല, ചോദ്യവുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ നൽകുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളിവിടെ കേട്ട് കഴിഞ്ഞു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത്, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാകട്ടെ, വരമാകട്ടെ, അത് അവർക്കുള്ള ഇബാദത്താണ്, അതുകൊണ്ട് ശിർക്കാണ്. ഇതാണ് മുസ്ലിം സമുദായം കാലങ്ങളായി വിശ്വസിച്ചു പോന്നിരുന്നത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളുടെ മുൻഗാമികൾക്കും അതിൽ സംശയമുണ്ടായിരുന്നില്ല. കാരണം അവരെല്ലാവരും അത് സമ്മതിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ തൗഹീദ് മനസ്സിലാക്കുമ്പോൾ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് രണ്ടു കൂട്ടരെയും വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. കാരണം ജാഹിലിയ വിശ്വാസാചാരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിലെ തൗഹീദ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജാഹിലിയത്ത് അറിയാത്തവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ഇസ്ലാമിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു? അവർ അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, ലാത്തയെ പോലെയുള്ള മഹാന്മാരെ വിളിച്ചു തേടിയിരുന്നു. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മോശക്കാരല്ല, മഹാന്മാരാണ്. പക്ഷേ അത് ശിർക്കാണ്, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. പക്ഷേ അന്ന് അബൂജഹലിനും കൂട്ടർക്കും ഒന്നും ഇത്തരത്തിലൊരു വാദം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇബ്രാഹിം നബിയെ വിളിച്ചു തേടുന്ന അവർക്കുള്ള ഇബാദത്തല്ല എന്നവർ വിശ്വസിച്ചിരുന്നില്ല, അത് അവർക്കുള്ള ഇബാദത്താണ്. ഇബ്രാഹിം നബിയോട് തേടിയാൽ ഇബ്രാഹിം നബി ഇലാഹായി, ഇസ്മായിൽ നബിയോട് തേടിയാൽ ഇസ്മായിൽ നബി ഇലാഹായി എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ ഇബാദത്ത് എടുത്തിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് എടുത്താൽ അത് ശിർക്കാണ് എന്ന വിശ്വാസം മുശ്രിക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ രീതിയിലുള്ള വിശ്വാസം ഇവിടെയുണ്ടോ എന്ന് നാം പരിശോധിക്കുകയും വേണം. മുസ്ലിമീങ്ങൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിക്കുന്നവരും അത് പ്രഖ്യാപിക്കുന്നവരുമാണ്. പക്ഷേ ഇലാഹ് എന്ന് പറയുന്ന അള്ളാഹു അല്ലാത്ത ഒരുപാട് ഇലാഹുകൾ ഇന്ന് ലോകത്ത് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. അതിൽ ശരിയായ ഇലാഹ്, അതായത് അൽ മുസ്തഹിഖുൽ ഇബാദ, ഇബാദത്തിന് അർഹൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്നതാണ് തൗഹീദിന്റെ പൊരുൾ. എന്നാൽ ഇവിടെ പറഞ്ഞത് എന്താണെന്നോ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് എല്ലാ ഗുണങ്ങളിലും കിടപിടിക്കുന്ന ഒരു തുല്യ ശക്തി, അതായത് സ്വയം പര്യാപ്തനായ ഒരു തുല്യ ശക്തി വേറെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. മുഹയ്യദ്ദീൻ സ്വയം പര്യാപ്തനാണെന്ന് വിശ്വസിക്കുന്നില്ല, സമതാണെന്ന് വിശ്വസിക്കുന്നില്ല, ബദരീങ്ങൾ സമതാണെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളിലും അവനോട് കിടപിടിക്കുന്ന ഒരു തുല്യ ശക്തി അഥവാ സമതിയത്തുള്ള ശക്തി വേറെയുണ്ടെന്ന് ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മക്കാ മുശ്രിക്കുകൾ എല്ലാവരും വിശ്വസിച്ചിരുന്നതായി പരിശുദ്ധ ഖുർആൻ കൊണ്ടോ സഹീഹായ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കുമോ? ഞാൻ എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് എല്ലാ ഗുണങ്ങളിലും കിടപിടിക്കുന്ന ഒരു തുല്യ ശക്തി അഥവാ സമതിയത്തുള്ള വേറൊരു ശക്തിയുമുണ്ടെന്ന് ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മക്കാ മുശ്രിക്കുകൾ എല്ലാവരും വിശ്വസിച്ചിരുന്നതായി വിശുദ്ധ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കുമോ എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. കാരണം അങ്ങനെ തെളിയിച്ചാൽ ഇവരുടെ വാദം ശരിയായി. കാരണം എന്താ? സമതിയത്ത് കൽപ്പിച്ചു വിളിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. ഞങ്ങൾ സമതിയത്ത് കൽപ്പിക്കുന്നില്ല. എന്നാൽ മക്കാ മുശ്രിക്കുകൾ ഇബ്രാഹിം നബി സമതാണെന്ന് വിശ്വസിച്ചോ, ഇസ്മായിൽ നബി സമതാണെന്ന് വിശ്വസിച്ചോ, ലാത്ത സമതാണെന്ന് വിശ്വസിച്ചോ? അത് ഖുർആൻ കൊണ്ട് തെളിയിക്കണം, പരിശുദ്ധ ഹദീസുകൾ കൊണ്ട് തെളിയിക്കണം, സഹീഹായ ഹദീസുകൾ കൊണ്ട് തെളിയിക്കണം. അതാണ് മറുപക്ഷത്തോട് ഞങ്ങൾക്ക് ഒന്നാമതായി ചോദിക്കാനുള്ള ചോദ്യം. കാരണം ഈ വിഷയത്തിലെ പ്രസക്തമായ ഭാഗം അതാണ്. ഇൻഷാ അല്ലാഹ് ഈ ചർച്ച തീരുമ്പോഴേക്ക് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്കിതുപോലെ ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരുപാട് കാലമായി സമതിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സമതിയത്ത്? സമതിയത്ത് കൽപ്പിച്ചുകൊണ്ടാണോ മക്കാ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചത്? അങ്ങനെ സമതിയത്തുള്ള വേറെ ശക്തി ഉണ്ടെന്ന് അള്ളാഹുവിനെ പോലുള്ള അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്. പടച്ചവന് തുല്യമായ വേറൊരു പടച്ചോണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരുള്ളൂ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല, പടച്ചവൻ ഏകനാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ശിർക്കിനെ തൗഹീദായി ചിത്രീകരിക്കുവാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ചോദ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് എല്ലാ ഗുണങ്ങളിലും കടമെടുക്കുന്ന തുല്യ ശക്തി വേറെയുണ്ടെന്ന് മക്കാ മുശ്രിക്കുകൾ ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ളവരുടെ വിശ്വാസമാണ് പ്രധാനം. അവർ വിശ്വസിച്ചിരുന്നതായി പരിശുദ്ധ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ?
മൗലവി സാഹിബ് തീരെ ശ്രദ്ധിച്ചില്ല എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ കേട്ട് വിലയിരുത്തിയിട്ട് വേണം ചോദിക്കാൻ. നിങ്ങൾക്ക് പറ്റുന്ന ഏക കുഴപ്പവും അത് തന്നെയാണ്. പറയുന്നത് ശ്രദ്ധിക്കാനോ ശ്രദ്ധിക്കുന്നത് വിലയിരുത്താനോ അത് പഠിക്കാനോ നിങ്ങൾ തയ്യാറല്ല എന്നതാണ് ഈ തർക്കങ്ങളുടെ ഒക്കെ അടിസ്ഥാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 മിനിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് 1-2 കാര്യം ഞാൻ ആമുഖമായി പറയുന്നു. ഒന്ന്, നേരത്തെ പറഞ്ഞത് തന്നെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതും വരാത്തതുമുണ്ട്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന അത് ഇബാദത്താണ്, അത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നത് തെറ്റാണ്, ശിർക്കാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത അർത്ഥന, അതിന് പ്രാർത്ഥന എന്ന് പേരിട്ടാലും അർത്ഥന എന്ന് പേരിട്ടാലും സഹായാർത്ഥന എന്ന് പേരിട്ടാലും അത് ഇബാദത്തല്ല, ശിർക്കല്ല, കുഫറല്ല. ഇതാണ് നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുള്ളതും പിന്നീട് വിശദീകരിച്ചിട്ടുള്ളതുമായ മുഴുവൻ കാര്യങ്ങളുടെയും രത്നച്ചുരുക്കം. ഇവിടെ നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്താൽ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി ആരാധന ചെയ്താൽ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി റുക്കൂ ചെയ്താൽ, അത് ഇലാഹാണ് എന്ന് വിശ്വസിക്കാതെ ചെയ്താലും അത് അദ്ദേഹത്തെ ഇലാഹാക്കലാണ്, അല്ലെങ്കിൽ ആ ശക്തിയെ ഇലാഹാക്കലാണ്. ഞങ്ങളിവിടെ ഓർമ്മപ്പെടുത്തുന്നത് തർക്കം എവിടെയാണെന്ന് എന്റെ പാവം സുഹൃത്തിന് ഇപ്പോഴും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചെയ്യുന്ന കാര്യം ഇബാദത്താണോ അല്ലേ എന്നതിലാണ് തർക്കം സുഹൃത്തെ. ചെയ്യുന്ന കാര്യം ഇബാദത്താണോ അല്ലേ? ഇബാദത്ത് ചെയ്താൽ അത് ആ ശക്തിയെ ഇലാഹാക്കലാണോ അല്ലേ? ഇതല്ല തർക്ക വിഷയം. തർക്ക വിഷയം സുന്നികൾ ചെയ്യുന്നത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണോ? ഇതാണ് തർക്ക വിഷയം. സുജൂദ് അല്ലാഹുവല്ലാത്ത മറ്റൊരു ശക്തിക്ക് മുമ്പിൽ ചെയ്താൽ അതെന്താകും? അതിന്റെ ഹുക്മ് വിധി വേറെ പറയേണ്ടതാണ്. റുക്കൂ ചെയ്താൽ എന്താകും? അതിന്റെ ഹുക്മ് വേറെ പറയേണ്ടതാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആ നടത്തിയാൽ എന്താകും അതിന്റെ ഹുക്മെന്ന് വേറെ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ പരിശോധിക്കപ്പെടുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എന്നാണ്. അതാണ് പരിശോധിക്കപ്പെടേണ്ടതും തീരുമാനിക്കപ്പെടേണ്ടതും. ഒന്ന്. രണ്ടാമത്, ഞാൻ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് കിടക്കുന്നു. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ ഗുണങ്ങൾ മൊത്തമോ ആ ഗുണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നോ സ്വയം പര്യാപ്തമായ രൂപത്തിൽ തനതായ അർത്ഥത്തിൽ മറ്റൊരു ശക്തിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ് എന്ന് വ്യക്തമായി ആവർത്തിച്ച് സൂചിപ്പിച്ചു. പക്ഷേ നമ്മുടെ ചോദ്യകർത്താവായ മൗലവി സാഹിബ് അത് ചിന്തിച്ചില്ല, ആലോചിച്ചില്ല. ഞാൻ വ്യക്തമായും സൂചിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളിലും മറ്റൊരു പങ്കാളിയെ തനതായ അർത്ഥത്തിൽ പങ്കുചേർത്തെങ്കിൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ആരും അത് പറയുകയുമില്ല. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ ഗുണങ്ങളും, ഒരു ഗുണത്തിലോ മൊത്തത്തിലുള്ള ഗുണങ്ങളിലോ സ്വയം പര്യാപ്തത, ഇതാണ് വിഷയം. ഒരു ഗുണമായാലും ശരി, ഒരു ഗുണത്തിന്റെ പൊട്ടാണെങ്കിലും ശരി, സ്വയം പര്യാപ്തത ആരോപിക്കുന്നുണ്ടോ, സ്വയം കഴിവ് ആരോപിക്കുന്നുണ്ടോ, അതാണ് ശിർക്ക്. അതാണ് ഇവിടെ വിഷയാവതരണത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങളുടെ വിഷയാവതരണം ശ്രദ്ധിക്കാനുള്ള മാന്യത പോലും നിങ്ങൾ കാണിക്കാത്തത് ശരിയല്ല, ഞങ്ങളുടെ മുന്നിലിരുന്നു കൊണ്ട് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, മക്കയിലെ മുശ്രിക്കുകൾ എല്ലാ അർത്ഥത്തിലും എല്ലാ ഗുണങ്ങളിലും അള്ളാഹുവിന്റെ ഗുണങ്ങൾ സ്വയത്തമാക്കിയ അല്ലെങ്കിൽ തനതായ അർത്ഥത്തിൽ സ്വയത്തമാക്കിയ മറ്റൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കണമെന്നില്ല ശിർക്ക് വരാൻ. അത് മുശ്രിക്കുകളുടെ മാത്രം പ്രത്യേകതയല്ല. സുന്നികളാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണം തനതായ അർത്ഥത്തിൽ മറ്റൊരു ശക്തിക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നില്ല, സുന്നികൾ വിശ്വസിക്കുന്നില്ല. ഒന്ന്. ഇനി മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ ചെയ്തിരുന്നു, പലപ്പോഴും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത്, ഇത് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. ഖുർആൻ അവരെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങളെ എല്ലാ അർത്ഥത്തിലും മക്കയിലെ മുശ്രിക്കുകൾ ഈ ബിംബങ്ങളെ, അവരുടെ ആരാധ്യ വസ്തുക്കളെ, അവരുടെ പ്രതിമകളെ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ അവരെ പങ്കാക്കിയിരുന്നു എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. ഇമാം റാസി ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. വതിൽക സിഫാത്തുല്ലതി തഖയ്യലുഹാ ഫി അസ്നാമിഹിം അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി തആല. വതിൽക സിഫാത്തുല്ലതി തഖയ്യലുഹാ ഫി അസ്നാമിഹിം. അള്ളാഹുവിന്റെ